വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, വൈകാരിക വികസനം എന്ന് പറയുന്നതിലെ ബാല്യകാലത്തെ വൈകാരിക രൂപ മാതൃകകൾ എന്ന് പറയുന്നതിലെ ഭയം, ആകുലത, കോപം, ആഹ്ലാദം, പ്രിയം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണ്, 2 പോയിന്റ് അതിൽ ബാക്കിയുണ്ട്. അതിൽ ഒരു പോയിന്റാണ് എന്ത്, കലിത്തുള്ളൽ അല്ലെങ്കിൽ ടെമ്പർ ട്രാൻറ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേകത. അതെന്താണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് ഈ കലിത്തുള്ളൽ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഏത് പ്രായത്തിലുള്ള വ്യക്തിയും സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏർപ്പെടുന്ന വൈകാരിക വ്യവഹാരത്തിനെ പറയുന്ന പേരാണെന്ത്, കലിത്തുള്ളൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ശിശുവിനെ വികാര നിയന്ത്രണം പരിശീലിപ്പിച്ചില്ലെങ്കിൽ കാര്യസാധ്യത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ കുട്ടി ഈ തന്ത്രം പ്രയോഗിച്ചെന്നു വരാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. കാര്യം ഓക്കെ. ഇനി കലിത്തുള്ളുണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കായികവും മാനസികവുമായ ചില സാഹചര്യങ്ങൾ കോപത്തിന് അല്ലെങ്കിൽ കലിത്തുള്ളലിന് കാരണമായിട്ട് വരുവാനായിട്ട് സാധിക്കും. ഇനി കലിത്തുള്ളലിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് അദേശിത കോപം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആങ്കർ എന്ന് പറയുകയാണെങ്കിൽ, കോപം അല്ലെങ്കിൽ കലിത്തുള്ളൽ ഉണർത്താൻ നേരിട്ട് കാരണക്കാരനാകാത്ത വ്യക്തികളുടെ നേർക്ക് കാണിക്കുന്ന കോപത്തിനെയാണ് അദേശിത കോപം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആങ്കർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ആവില്ല ഈ കോപത്തിന് കാരണക്കാരനാകാനായിട്ടുള്ള കാരണം, എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾക്കെതിരെ നമ്മൾ ദേഷ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കലി തുള്ളുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആങ്കറിനെ പറയുന്ന പേരാണത് അദേശിത കോപം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഈ കോപത്തിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്താൽ കോപം കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കും. അതായത് ഈ കലിത്തുള്ളലിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്താൽ തന്നെ ഇതിൻ്റെ അളവ് കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. കൂടാതെ കഠിനമായ കലിത്തുള്ളലുണ്ടാകുന്ന അവസരത്തിൽ വ്യക്തി അലസത കൈവെടിഞ്ഞ് കൂടുതൽ ഊർജം സംഭരിച്ച് പ്രവർത്തന ശൈലി മാറ്റാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അതായത് കഠിനമായ കലിത്തുള്ളലുണ്ടാകുന്ന അവസരത്തിൽ വ്യക്തി അലസത കൈവെടിഞ്ഞ് കൂടുതൽ ഊർജം സംഭരിച്ച് പ്രവർത്തന ശൈലി മാറ്റാം എന്നുള്ളതാണ് ഈ കലിത്തുള്ളൽ എന്നുള്ളത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് പറയുവാനായിട്ട് സാധിക്കുക. ഇനി ഇതിൽ ലാസ്റ്റ് വരുന്ന ഒരു സംഗതിയാണ് ഈർഷ്യ അഥവാ അസൂയ എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ നമുക്കതിനെ ജലസി എന്നും പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈർഷ്യ അല്ലെങ്കിൽ അസൂയ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മനസ്സിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനമോ വിലയേറിയ മറ്റെന്തെങ്കിലുമോ തന്നിൽ നിന്ന് മറ്റൊരാൾ കവർന്നെടുത്തു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥത്തിനെയാണ് നമ്മൾ ഈർഷ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ അസൂയ അല്ലെങ്കിൽ ഈർഷ്യയുടെ പ്രതികരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ സംഭവിക്കാം എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ഇതിൽ വരുന്ന ലാസ്റ്റ് പോയിന്റാണ് ശിശു വികാരങ്ങളുടെ സവിശേഷതകൾ. പ്രധാനമായിട്ടും 5 സവിശേഷതകളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതായത് ശിശുക്കളുടെ വികാരങ്ങൾ തീവ്രങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ്, ശിശുക്കളുടെ വികാരങ്ങൾ ഹ്രസ്വസുകളാണ്. മൂന്നാമത്തേത്, ശിശുക്കളുടെ വികാരങ്ങൾ മാറി മാറി വരുന്നു. നാലാമത്തേത്, ശിശുക്കളുടെ വികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു. അഞ്ചാമത്തേത്, ശിശുക്കളുടെ വികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഭാഷാ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.